നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പഹൽഗാമിലെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ഇതുവരെയും നമ്മുടെ രാജ്യം പൂർണ്ണമായിട്ടും അതിലെ മുക്തി കൈവരിച്ചിട്ടില്ല. എന്നിൽ പോലും ഇത് നിമിഷം ഒരു തിരിച്ചടിയും കൂടി ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നയതന്ത്രപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കി. അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വികാരപരമായിട്ട് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അടുത്തൊരടി, അതായത് ഇനി പാകിസ്ഥാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത തരത്തിലൊരു അടി ഇന്ത്യയിൽ നിന്നുണ്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം കൂടെ അവിടെ നിൽക്കുന്നു. അത് എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം പ്രമുഖരും എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ഈ കാര്യം ഏത് നിമിഷം നമ്മൾ ആക്രമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആക്രമിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ഈ സിന്ധു നദിയിലെ കരാറിൽ കൊടുത്തേക്കുന്ന അടിയുണ്ടല്ലോ, അത് യുദ്ധത്തിനേക്കാളും വലിയ അടിയാണ് കൊടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആപ്പീസ് കൂട്ടി പോണ പരിപാടിയാണിത്. എനിക്കൊന്ന് നേരത്തെ ഈ ഒരു സംഭവം നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ഒരു എനിക്കൊന്ന് 60-65 വർഷം ഉണ്ടായിട്ട് പോലും ഈ ഒരു സംഭവത്തിൽ ഇതിനകത്ത് കോട്ടം തട്ടാത്ത രീതിയിലുള്ള പ്രശ്നം ഇതായിട്ട് പൊക്കോണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ഇന്ത്യ കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടുകയും ആദ്യം തന്നെ ഈ കാര്യങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുകയും ചെയ്തു. മാത്രമല്ല ഇത് പാകിസ്ഥാന്റെ നട്ടലൊടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇപ്പം കൃഷിക്കായാലും അതുപോലെ ജലവൈദ്യുത പദ്ധതികളെല്ലാം തന്നെ കുടിവെള്ളം പോലും എല്ലാം നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടും വരൾച്ചയിലേക്ക് പാകിസ്ഥാനെ മാറി നമ്മൾ പറയുന്നത് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ കൂടി ഇതിനകത്ത് അല്ല, അത് നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് നമ്മൾ അന്ന് അത്രയും വർഷങ്ങളായി നമ്മൾ ഈ കരാർ നടപ്പാക്കിയിട്ട് ലോകത്ത് ഏത് കരാർ നടപ്പാക്കുമ്പോൾ അത് ലോകം അവസാനിക്കുന്നവരല്ല കരാർ. കുറേ വർഷം കഴിയുമ്പോൾ കരാർ പരിശോധിക്കും. എല്ലാ കരാറിനും പ്രത്യേകതയുണ്ട്. മുല്ലപ്പെരിയാറിൽ നമുക്ക് പണ്ട് പണി കിട്ടിയ ഇങ്ങനെയാണ്. അത് അപ്പോൾ ഈ 1960 അന്ന് നെഹ്റുവും അവിടുത്തെ പാകിസ്ഥാൻ പ്രസിഡന്റും കൂടെ ഒപ്പിട്ട ഈ കരാർ ഇതിന് വിചിത്രമായൊരു കാര്യം, ഈ സിന്ധു നദി ഒഴുകുന്നത് 70% പാകിസ്ഥാനിൽ കൂടെ 30% കണ്ട ഇന്ത്യയിലുള്ളൂ. ഭൂരിഭാഗം അങ്ങോട്ട് തന്നെ അവർക്ക് തന്നെയാണ് ഗുണം കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഈ പോഷക നദികൾ, രവി, സത്ലജ് അങ്ങനെയൊക്കെയുള്ള ബിയാസ് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കരാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും കരാർ റദ്ദാക്കിയിട്ടില്ല കേട്ടോ, കരാർ മരവിപ്പ് ചെയ്യും, സസ്പെൻഡ് ചെയ്തെന്നാണ് ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. അതെ, ഇത് നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ പക്വമായിട്ടുള്ള ഒരു നടപടികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഭരണാധികാരികളെ കൊണ്ട് കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇന്ത്യക്ക് ഇപ്പം അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ നിഷ്പ്രഭമായി പോകും. മാത്രമല്ല ഇന്ത്യയുടെ ശക്തി അത്രയ്ക്കുണ്ട്. ഇന്ത്യക്ക് എതിരാളിയല്ല. അതിനെക്കാട്ടി ഉപരിയായിട്ട് ഇപ്പം ഭരണാധികാരികളെല്ലാം തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ICCയിലും അതുപോലെ തന്നെ പാക് സൈന്യത്തിന്റെ എല്ലാം അതിനകത്ത് തന്നെ ലഷ്കർ ഇ തോയ്ബ ഇല്ല എന്ന് പറയുമ്പോൾ പോലും TRF, അതായത് റെസിസ്റ്റൻസ് ഫ്രണ്ട്സ് പോലുള്ള അവരൊക്കെയാണ് ഇതിനകത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. കാരണം ജനങ്ങൾ ലാസ്റ്റ് അതിനെതിരെ കൃത്യമായിട്ടാണ് കൊടുത്തത്. ഇവിടെ ഇപ്പം കുടിവെള്ളം കിട്ടാതാകുമ്പോഴും എന്താ ഉണ്ടാകുന്നത്? ജനങ്ങൾ ഇറങ്ങും. ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ട് ഭരണാധികാരികൾക്കെതിരെ മുദ്രാവാക്യം വയ്ക്കും. അവർക്ക് എങ്ങനെയും ഇത് ഒടുക്കിയേ പറ്റൂ. സ്വാഭാവികമായിട്ടും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരപ്പോൾ ചെയ്യും. സന്ദർഭവശാൽ ഇന്ന് BBC-യിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഈ ഹമാസിനെ കുറിച്ച്. ഹമാസും കാശ്മീരിലെ ഭീകരന്മാരെ സഹായിച്ചു എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. ഇപ്പം ഗാസയിലെ ജനങ്ങളെല്ലാം കൂടെ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഹമാസിനെതിരെ. കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് BBC-യുടെ സ്റ്റോറിയാണ്, ഞങ്ങൾക്ക് നിവർത്തി കെട്ടു, ഞങ്ങളെ വീട്ടുകാരെല്ലാവരും ഒരുമാരെ കൊന്നു, ഞങ്ങളെ പഠിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല, ഞങ്ങൾ മരിച്ചു വരുമ്പോൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ മുന്നും നോക്കുന്നില്ല, പരസ്യമായിട്ട് ഇറങ്ങി ഹമാസിനെ വരെ നേരിടുകയാണ്. ഹമാസ് സാധാരണ വീടുകളിൽ കൊണ്ടുവന്ന് ഈ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കാൻ വിലമ്പോൾ തോക്ക് ചുരുട്ടി വയ്ക്കും. ഈയിടെ ഒരു ഹമാസ് ഭീകര ആയുധങ്ങളും കൊണ്ടുവന്നു ഒരു വൃദ്ധനായ മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അതിൻ്റെ ബന്ധുക്കളെമാർ കൊന്നു കഴിഞ്ഞിരിക്കും. നാട്ടുകാർ തല ഓടിച്ചു. ഇയാളെ തോക്കൊക്കെ എടുത്ത് വെടിവെക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നാട്ടുകാർ അടങ്ങി. അവരെ വെടിവെച്ചോട്ടെ, കാര്യം ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക്. കാശ്മീരിലെ ജനതയെ ഒരു ഘട്ടം കഴിയുമ്പോണ്ടല്ലോ ഈ തീവ്രവാദികളെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്നൊരവസ്ഥ അവിടെ വരും, ഉറപ്പാണ്. ഇപ്പം നിലവിലെ അവസ്ഥ വെച്ചിട്ട് ഇനി അതിൻ്റെ 2ാം ഘട്ടം യുദ്ധം നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് വരാൻ പോകുന്നത് നമ്മൾ പല പേരുകളും കേൾക്കുന്നുണ്ട്. ഇതിൽ ആക്രമിക്കാനാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ റഫാൽ വിമാനങ്ങളുണ്ട്, മിറാഷ് വിമാനങ്ങളുണ്ട്, ഇത് യുദ്ധവിമാനങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒരു ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തീകോളമായി മാറാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിനകത്തുള്ള പ്രത്യേകത, റഫാൽ വിമാനങ്ങൾ ഇറങ്ങിയാൽ ഇപ്പം ചൈനയുടെ ചെങ്ബുഡ് വിമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനേക്കാളും ഇരട്ടി പ്രഹരശേഷിയുണ്ട്, ഡബിൾ എഞ്ചിൻ ശേഷിയുള്ള ഒരു വിമാനങ്ങളാണ് ഒക്കെ ഒരുങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നേരിട്ടൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇത് എങ്ങനെ താങ്ങാൻ പോകുന്നു? പാകിസ്ഥാന്റെ കൈവശമുള്ള ചാത്തന്റെ കാലത്തുള്ള കുറച്ച് F-15 വിമാനങ്ങളുണ്ട്, അതൊക്കെ ഓടുന്നുണ്ടോ പറക്കുന്നുണ്ടോ ദൈവത്തിന്. മാത്രമല്ല ചൈനയുടെ പൂർണ്ണമായിട്ടുള്ള സഹായം പോലും ഇപ്പൊ ഇല്ലാതായിട്ടുണ്ട്. അവരുടെ ഏതിനും അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ചൈന അമേരിക്ക ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങുമ്പോഴേ അവർക്ക് വേറെ ലക്ഷ്യം കാണും, നമുക്കെല്ലാം കിട്ടുമെന്നുള്ള ചിന്തിക്കും. ഈ ദാരിദ്ര്യം പിടിച്ച ഒരു ചാക്ക് ഗോതമ്പ് പൊടിക്കേണ്ടി അടികൂടുന്നവന്മാരെ രാജ്യത്തിന് എന്തിനു വിമാനം കൊടുക്കുന്നവർ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കും. അത് സ്വാഭാവികം മാത്രമല്ല അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. നമ്മളിന്ന് ലോകത്ത് പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ലോക നേതാക്കൾ, അത് പുടിനാണെങ്കിലും ട്രംപ് ആണെങ്കിലും പിന്നെ അതുപോലെ ഇസ്രായേൽ ഭരണാധികാരികൾ എല്ലാവരും നമുക്കൊപ്പമാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, ബാക്കി സഹായിക്കാൻ ഇഷ്ടം പോലെ ആളവിടെ നിൽപ്പുണ്ട്. നമ്മൾ ആളായിട്ട് അവിടെ നിന്ന് കൊടുത്താൽ മതി. പാകിസ്ഥാൻ ഒരു അരമണിക്കൂറിൻ്റെ രാജ്യം ഇല്ലാതായി പോകും. അതുകൊണ്ട് നമ്മൾ പക്ഷേ
ഇന്ത്യയെ പോലെ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, നമ്മൾ ഒരുപാട് മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന രാജ്യമൊക്കെയാണ് നമ്മൾ. പക്ഷേ അതുകൊണ്ട് തന്നെയൊക്കെ നമ്മൾ കുറച്ച് ഈ പഴയ സംഘത്തിൽ കാണിക്കുന്നവർ അതേ തറപ്പരിപാടി നമ്മൾ കാണിക്കാത്തത്. നമ്മൾ കുറച്ച് നിലവാരമുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ അതേ നാണയത്തിൽ കൊടുക്കുന്നെങ്കിൽ തന്നെ സുഖമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. ഇന്ത്യ ഇപ്പോൾ വേറെ ഒന്നും മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിയാൽ ഇപ്പം ഇവിടെ അതിനകത്ത് നോക്കിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിലിയൻസിനെ പരമാവധി മാറ്റി നിർത്തുക, അതുപോലെ തന്നെ ഇതിനകത്ത് ലക്ഷ്യമിട്ടുള്ള ഇതിന്റെ തലകൾ ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ആസൂത്രകരുടെ തന്നെ ലക്ഷ്യമിട്ടായിരിക്കും പോകുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പോലും അവർ ഇറങ്ങിയിട്ടുണ്ടാവും, നമ്മളിതൊന്നും അറിയുന്നില്ലെന്നേ. സൈനിക നടപടികളെല്ലാം അത്രയും രഹസ്യമായിട്ടാണ്. നമ്മളിവിടെ ബലാക്കോട്ടെല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്ത്യ എങ്ങനെയാണ് അതിനെ ഒരു രീതിയിലേക്ക് പോയതെന്നും അതിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എങ്ങനെ നടത്തിയതെന്നും നമുക്ക് ഇപ്പോഴും പല അതിരഹസ്യമായിട്ട് നിൽപ്പുണ്ട്. ഇപ്പൊ സിനിമകളിലൂടെ ഉറിയറ്റാക്കുന്ന സിനിമയിലൂടെ കുറെ കാര്യങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും നമുക്ക് അവ്യക്തമാണ്. അത് കാരണം അവരുടെ ഒരു രീതി അങ്ങനെയാണ്. ഈ പഹൽഗാമിൽ പോയ എൻ്റെ ഒരു സുഹൃത്തെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ച കൂടെ ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങോട്ട് പൈൻമരക്കാടുകളാണെന്ന് പറഞ്ഞു. നമ്മൾ അതിഭീകരമായ ഭയങ്കര തിക്കാണ്. അപ്പോൾ നമ്മളെ വാഗമണ്ണിൽ പോലെ ഒന്നുമല്ല, വലിയ കൊടുങ്കാടുകൾ പോലത്തെ പൈൻമരക്കാടുകളാണ്. ഇവർക്കറിയാം ഇത് അവിടെ വിളിച്ചിരിക്കണമെന്നുള്ളത്. പക്ഷേ നമുക്ക് വേറെ ഒരുപാട് സംവിധാനങ്ങൾ മുകളിൽ നിൽപ്പുണ്ട്. അത് അവർക്ക് തീർത്ത് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. കൃത്യമായി കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട് ഇവരവിടെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത്. അതാണത് ബാലാക്കോട്ടിൽ ചെയ്തത്. അതുപോലത്തെ നടപടി സ്വീകരിക്കാൻ ഇന്ത്യക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഏത് നിമിഷമാണെങ്കിലും സംഭവിക്കാം. മാത്രമല്ല നമ്മളൊരു മിസൈൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതിനെ സൂറത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടക്കപ്പലിൽ നിന്ന് അറബിക്കടലിൽ ഗംഭീരമായിട്ടൊരു മിസൈൽ വിക്ഷേപിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവരിന്ന് ഒരു മിസൈൽ പരീക്ഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ. അതിന് മുമ്പേ നമ്മളങ്ങനെ ചെയ്തു. പാകിസ്ഥാൻ ഇപ്പോൾ അടികൊള്ളും മുമ്പേ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇന്ത്യക്കെതിരെ നിലനിൽപ്പിന്റെ ഒരു ഇത് വേണമല്ലോ. അപ്പോൾ അതിന്റെ പേരിൽ കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വ്യോമാതിർത്തിയെല്ലാം ഇപ്പം നിർത്തലാക്കാൻ പോകുന്നു ഇന്ത്യയുമായിട്ടുള്ള. അതുപോലെ തന്നെ മിസൈൽ പരീക്ഷണം വരും ദിവസം 24-25 തീയതികളിൽ നടത്തുമെന്ന് പറയുന്നുണ്ട്. വ്യോമാതിർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് സൗദിയിലൊക്കെ പോകുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പാകിസ്ഥാൻ വഴിയേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പോയതും അങ്ങനെയല്ല, പാകിസ്ഥാൻ വഴിയാണ് അങ്ങോട്ട് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അനുമതി, ഒരു രാജ്യത്തിൽ നിന്ന് വരുമ്പോൾ അനുമതി. അപ്പൊ ഗുജറാത്ത് വഴി കറങ്ങി വരണം. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് അവരിങ്ങനെ പറയുമ്പോൾ പോലും അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി അല്ല. ബദൽ ഓപ്ഷനുകളുണ്ട്. മാത്രമല്ല ഈ അറബിക്കടൽ, പാക് അധീനമായിട്ടുള്ള അറബിക്കടലിൽ അവർ മിസൈൽ പരീക്ഷണം നടത്തുമ്പോൾ ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ എന്ത് പറയാനാണ്, ഒരാൾ കുട്ടിയും കോലും കളിക്കുന്നത് തുല്യമായിരിക്കും തോന്നുന്നത്. അപ്പം നമ്മൾ ഓരോ നടപടി എടുക്കുമ്പോഴും ഒന്ന് ചിന്തിക്കേണ്ടത് ഇപ്പുറത്ത് അവർക്ക് എന്തും ചെയ്യാൻ ശേഷി ഉണ്ടെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല അവർ വർത്തമാന കാലത്തിൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നാളേക്ക് എന്ത് സംഭവിക്കും എന്ന് കൂടി മുൻകൂട്ടി അറിയാതെ ഇപ്പോൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. നമുക്കിപ്പോൾ നമ്മൾ കണ്ടതാണ്, ഹമാസ് ഒന്ന് കയറി ചൊറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചത്. മാത്രമല്ല ഇസ്രായേൽ ഇറങ്ങി തിരിച്ചതും എല്ലാം തന്നെ. ഇന്ത്യ അത്രയും കടുത്ത നടപടികളിലേക്ക് പോവില്ല എന്നതിന് ഉറപ്പിക്കാം. അങ്ങനെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ ഭീകരവാദികൾ മാത്രമല്ല നിരവധി സാധാരണക്കാരും സിവിലിയൻസും എല്ലാം ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ മുതലില്ല. പക്ഷേ ഇതിന്റെ പിന്നണിയിലുള്ളവർ ഭീകരവാദത്തെ തുരത്തുക എന്നുള്ള കാര്യം ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചൈന അടക്കം ഇപ്പോൾ കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഏത് രീതിയിലും അതിന് തടയിടാൻ വേണ്ടി എല്ലാ രാജ്യം, മാത്രമല്ല അമേരിക്കയുടെ ശക്തമായിട്ടൊരു പിന്തുണയുണ്ട്. ചൈന, ഇസ്രായേൽ, അതുപോലെ തന്നെ ഇറാൻ, എല്ലാ രാജ്യങ്ങളും, റഷ്യ അടക്കമുള്ള വൻ ശക്തികൾ പോലും ഇന്ത്യക്കൊപ്പമുണ്ട്. അപ്പം ഇന്ത്യ ഈ ഒരു സമയത്ത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഭീകരവാദത്തെ ഒറ്റയടിക്ക് അങ്ങനെ തീർക്കാൻ പറ്റും. കൂടുതൽ മൊത്തത്തിൽ പറ്റില്ലെങ്കിൽ പോലും ഏതാണ്ട് ഇതിന്റെ പിന്നണിയിൽ പറഞ്ഞതിന്റെ തലകൾ തറയിൽ ഉരുളാൻ ചാൻസ് ഉണ്ട്. ഇവന്മാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അറിയാൻ ഇസ്രായേൽ മാത്രം മതി. ഇസ്രായേലിന്റെ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചാൽ മതി. അവർ കാണിച്ചു തരും എവിടെയാണ് ഒളിച്ചിരിക്കണത് എന്നുള്ളത്. ഇവർ യാതൊരു വിവരമില്ലാത്ത കുറേ കക്ഷികൾ ഇതുപോലെ ഇറങ്ങി പുറപ്പെട്ടത് അവർ ഇന്ത്യ നശിപ്പിക്കുമെന്ന്. അതുപോലെ അവിടുത്തെ പിന്നെ ആർമി ചീഫിടയ്ക്ക് പ്രസംഗം ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കഴുത്തിലെ ഞരമ്പാണ് ഈ കാശ്മീർ എന്ന്. അത് പറഞ്ഞ് 12-ാം ദിവസം കണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഭവം നടത്തിയത്. അപ്പൊ ഇത് നേരത്തെ ആസൂത്രിതമാണെന്ന് പറയും. മാത്രമല്ല ഇതിനകത്ത് പാക് സൈന്യത്തിന്റെ ഇടപെടലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 100-300 പേർ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ തരം തീവ്രവാദികളിലും ആളുകൾ പരിശീലനം. ഒന്നാമത്തെ കാരണം അവിടെ കൃത്യമായി ഒരു ആര് ഭരിക്കുന്നു എന്നൊരു ഇതില്ല, അവിടെ കൃത്യമായ ഒരു ഘടനയില്ല. ഇവിടെ നേരത്തെ പറയുമ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ അതുപോലെ തന്നെ അവരില്ല എന്ന് നിരോധിത ഒരു ഇതാണെന്ന് സംഘടനയാണെന്ന് പറയുമെങ്കിൽ പോലും ആർമിയിലല്ല, പാകിസ്ഥാൻ ആർമിയിൽ അവരുടെ സ്വാധീനമുണ്ട്, ISISന്റെ സ്വാധീനമുണ്ട്, എല്ലാം അവരുടെ ആർമിയിലുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടുത്തെ ആർമി ചീഫുമാരെല്ലാം തന്നെ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുകയാണ്. അവരുടെ പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് കച്ചവടമാണ് പ്രധാന ലക്ഷ്യം. അവിടുത്തെ ആള് പാർട്ടികളും ചത്താലും വേണ്ടില്ല, നമുക്ക് ആയുധം വാങ്ങിച്ച് കമ്മേഷൻ അടിക്കണം എന്നുള്ളതാണ് അവിടുത്തെ. മാത്രമല്ല ചേട്ടൻ പറയുന്നത് കേട്ടോ, എനിക്ക് കണക്ട് ചെയ്തൊരു കാര്യം, ഹമാസുമായിട്ട് പറയുന്ന ഒരു കാര്യം, ഹമാസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഫണ്ട് ഉണ്ടാക്കിയത് ഈ ശവം വിറ്റ് അല്ലെങ്കിൽ ഈ ശവത്തിന്റെ ചൂണ്ട് കാണിച്ചാണ് അവർ പണം ഉണ്ടാക്കുന്നത് ഇത്രയും കാലം. വലിയ നമുക്കറിയാൻ പറ്റും ഹനിയുടെ ഒക്കെ ഭാര്യ 27 ലക്ഷം രൂപയുടെ ഒക്കെ ബാഗൊക്കെയാണ് കൂടുതൽ. അപ്പം ഇവിടെ നടക്കാൻ പോകുന്നത് പാകിസ്ഥാനെ കൂട്ടക്കുരുതിയിലേക്ക് വെച്ചിട്ട് അത് വെച്ചിട്ട് ഫണ്ടിങ് ആയിരിക്കും. കാരണം ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ദരിദ്ര രാഷ്ട്രമാണ്. നേരത്തെ പറയുമ്പോൾ അവരുടെയൊക്കെ പ്രധാന സ്രോതസ് ഭിക്ഷ എടുക്കലാണെന്ന് പറയുന്നത് പോലെ വിമാന കമ്പനി, സർക്കാർ വിമാന കമ്പനി തൂക്കി വെക്കാൻ വെച്ചിരിക്കുകയാണ് അവിടെ.
പ്ലെയിൻ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, വിമാനം ഓടിക്കാൻ പൈസയില്ല കയ്യിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫണ്ടിങ്, ഭീകര ഫണ്ടിങ്ങും കൂടെ കിട്ടിയാൽ അവർ ചിലപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് അതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ എന്തായാലും വേറൊരു കാര്യം ഉള്ളത്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലോക നേതാക്കളും എല്ലാ ലോകരാഷ്ട്രങ്ങളും വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടന്നാൽ പോലും അതിന് തടയിടാനുള്ള ശേഷിയുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്, കരുത്തനായ പ്രധാനമന്ത്രി നമുക്കുണ്ട്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് നമുക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ട് എന്നുള്ള കാര്യം അവർക്കും അറിയാം. അവിടെ ആരും ഇല്ലല്ലോ. അവിടെ ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ആരെന്ന് വെച്ചപ്പോൾ അവരുടെ പേര് നമുക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ആ ഗതികേടാണ് എത്തിയിരിക്കുന്നത്. അത്രയും പ്രബലന്മാരായ ആളുണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ 65-ലും 71-ലും പിന്നീട് കാർഗിൽ യുദ്ധത്തിനൊക്കെ വന്നപ്പോൾ അവർ തോറ്റു തിന്നമ്പാടി ഓടുകയായിരുന്നു. അവർക്ക് തന്നെ അറിയാതെ യുദ്ധം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല എന്നുള്ള. അപ്പോൾ ഈ പട്ടാള മേധാവിമാരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരമാവധി ആയുധം വാങ്ങുക, കമ്മീഷൻ വാങ്ങിക്കുക. ഇതിനുവേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതിന് അവിടുത്തെ ജനങ്ങളെ കൂട്ടക്കൊല കൊടുക്കുന്നവർ ആയുധം വെച്ച് നോക്കുമ്പോഴും എല്ലാ മേഖലയും ഇന്ത്യ അവരുടെ എത്രയോ മുകളിൽ നിൽക്കുന്ന രാജ്യമാണ്. എന്തിന് ജനസംഖ്യ വെച്ച് നോക്കൂ, നമ്മൾ എത്രയോ ജനസംഖ്യയുള്ളൊരു പടുകൂറ്റൻ രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല എല്ലാം കൊണ്ട് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ നേരത്തെ പറയുന്നത് കാശ്മീരിൽ സമാധാനം നമുക്ക് കുറേ കാലത്തിന് കണ്ടതാണ്. അവിടെ ഇപ്പോൾ വെടിപൊട്ടലുകളില്ല, അതുപോലെ തന്നെ കൂട്ട നിലവിളികളില്ല. അവിടെ നിന്ന് മാറി സമാധാനപൂർവ്വം സാധാരണ ഒരു ഇന്ത്യൻ രാജ്യം എന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പം നനച്ചിരിക്കാതെ ഈ സംഭവം ഉണ്ടായത്. കാരണം അത്രയും ശാന്തതയായിരുന്നു അവിടെ. അതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. ഇവിടുത്തെ ആർമിയിലുള്ളവർ പോലും പറയുന്നൊരു കാര്യം, നമ്മൾ കുറച്ച് പ്രത്യേക ഒരു പ്രത്യേക ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയും ശാന്തതയോടെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് വീണ്ടും നനച്ചിരിക്കാതെ ഒരു സംഭവം ഉണ്ടായത്. അതാണ് അവിടെ പ്രശ്നം പറ്റിയത്. കാരണം നേരത്തെ അവിടുത്തെ ആൾക്കാരെല്ലാം തന്നെ ജീവിച്ചിരുന്നത് വലിയ പീഡനങ്ങളൊക്കെ അനുഭവിച്ചു. അവരുടെയൊക്കെ ജീവിതം മാറി മറിയുകയായിരുന്നു. ഈ 370 എടുത്ത് ആർട്ടിക്കിൾ 370 കഴിഞ്ഞതിന് ശേഷം എടുത്ത് കളഞ്ഞതിന് ശേഷം അവർക്ക് കുറച്ചുകൂടെ എന്താ പറയുക ടൂറിസം അത്രയും തിരിച്ചെത്തി. കാശ്മീർ പണ്ഡിറ്റുകളെല്ലാം തിരിച്ചെത്തിയല്ലോ. ടൂറിസ്റ്റ് അത്രയും വർദ്ധിച്ചു. ഞാനിപ്പോ പറയാൻ വന്ന കാര്യം രസം വെച്ചാൽ ഈ അന്ന് 370 എടുത്ത് കളഞ്ഞ അവിടെ ഇത്രയും ഇതൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ പല പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ബഹളം വെച്ചത് അവിടെ മുഴുവൻ പട്ടാളക്കാരൻ നിരത്തി നിർത്തിയിരിക്കുകയാണ്. കാശ്മീർ പോയിട്ട് ജനങ്ങൾക്ക് വെളിയിറങ്ങി നടക്കാൻ നിർത്തിയില്ലെന്നാണ്. ഇതേ ആൾ ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് പട്ടാളത്തെ കൊണ്ട് നിർത്തിയില്ല? ഏത് പഹൽഗാമിൽ? ഇത് രണ്ടും ചോദിക്കുന്നവരാണ്. പട്ടാളം ഇറങ്ങിയാൽ നിങ്ങൾ പട്ടാളത്തിന് ഇവിടെ മുഴുവൻ ഇറക്കി നിങ്ങൾ ഇവിടെ ആളെ പേടിപ്പിക്കുകയാണെന്ന് അല്ലെങ്കിൽ ആളെ ഉപദ്രവിക്കുകയാണെന്ന് പറയും. ഇപ്പം പറഞ്ഞ പട്ടാളത്തെ എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും കാണിക്കുന്ന ഏറെടുത്ത്. അപ്പം നമ്മുടെ ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മുടെ മീഡിയ ഓണൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. യാതൊരു മര്യാദ തത്വദേശില്ലാത്ത രീതിയിലാണ് അവർ വാർത്ത കൊടുക്കുന്നത്. അതിനെയും കാട്ടി വിഷമിപ്പിക്കുന്നതാണ് അതിന് ചൂടെ വരുന്ന കമന്റുകൾ. അതിനകത്ത് ഓരോ ആൾക്കാരും പറഞ്ഞു ഇവിടെ നമ്മളൊരു രാജ്യം ഒറ്റക്കെട്ടായിട്ട് അവിടെ ജാതി മത വർണ്ണ വന്നീ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ വരുന്നത് ഇവിടെയും ഒരു അജണ്ട കൊണ്ടുവരിക, ഇങ്ങനൊരു സ്ഥാപിത ലക്ഷ്യങ്ങൾ ഇപ്പം അടിച്ചേൽപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒരു രാജ്യം ഒഴികെ എല്ലാവരും നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് കോൺടാക്ട് എടുക്കുന്നതിൽ പോലും അതിനകത്ത് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആരും പോലും അങ്ങനെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വിഷമം. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവിടെ ഈ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഈ ഇപ്പം അതിർത്തികൾ കാക്കുന്ന ജവാന്മാർ ഇത് കണ്ടെങ്കിലുള്ള അവസ്ഥയല്ല. അവരുള്ളതാണ് നമ്മൾ വീട്ടിൽ കിടന്ന് ദിവസം ഉറങ്ങുന്നത് രാത്രി. അവിടെ അതിർത്തിയിൽ അവരെ പാവങ്ങൾ സിയാച്ചിനിൽ മനുഷ്യൻ്റെ ശരീരം തന്നെ ഉറഞ്ഞു പോകുന്ന രീതിയിലുള്ള തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് കാലാവസ്ഥയിലും ചൂടുള്ള രാജസ്ഥാനെ പോലെ സ്ഥലങ്ങളിലൊക്കെ കാവലിരിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സൈനികർ അവമാനിക്കുന്ന തുല്യമാണത്. ഇത് ഇന്ത്യയിൽ മാത്രമേ നടക്കുള്ളൂ. വേറെ രാജ്യത്ത് ജയിലിൽ ഒളിഞ്ഞാൽ പോലും അവനെ വെളിയിറങ്ങില്ല. അതാണ് കാര്യം. മാത്രമല്ല സമാധാനവാദികൾ ഇവിടെ വളരെ ഒരുപാടുണ്ടല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസവും ഈ ഒരു എന്താ പറയുക ഈ വെള്ളം സിന്ധു നദി കരാർ റദ്ദാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുറെ പേര് പൊട്ടിക്കരയുണ്ടായിരുന്നു. ഇത് മാനുഷിക പരിഗണന കൊടുക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇന്ത്യ ചെയ്തത് ഒരിക്കലും ഒരു പ്രതികാര ബുദ്ധിയോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്യാം. ഇവിടെ അവിടെ ഭരണാധികാരം അവിടുത്തെ ആളുകൾ ഉണരണമെങ്കിൽ ഇപ്പം ഈ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഭീകരവാദം തടഞ്ഞു നിർത്തണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കടുങ്കൈ ചെയ്തേ പറ്റൂ. വേറെ വഴിയില്ല. അല്ലാതെ ഇപ്പോൾ ഇറങ്ങി തിരിച്ച് എല്ലാവരും വെടിവെച്ച് കൊല്ലാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടി നല്ലൊരു കാര്യമില്ല ഇവിടെ. ഇപ്പം കുറച്ചുകൂടെ പോസിബിൾ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല ഇവിടെ നടത്തിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് വന്നൊരു വാർത്തയാണ്, എത്രത്തോളം അത് സത്യമാണെന്നറിയില്ല. ഡൽഹിയിലുള്ള പാകിസ്ഥാൻ എംബസിയിലത്തേക്ക് ഒരു വലിയ കേക്ക് ആരും ഓർഡർ ചെയ്ത് വരുത്തിയെന്നാണ്. ഈ കേക്ക് എന്തിനാണെന്നുള്ള ആർക്കൊരു പിടിയില്ല. ഈ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു കൂട്ടക്കൊല നടത്തി ആഘോഷിക്കാനാണോ ഇവന്മാർ കേക്ക് വാങ്ങിച്ചുകൊണ്ടെന്ന് ദൈവത്തിനറിയാം. അതിനെക്കുറിച്ച് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ആൾ ശക്തമായ പ്രതിഷേധം നടത്തുന്നുണ്ട് അവിടെയൊക്കെ തന്നെ. മാത്രമല്ല ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഉഭയകക്ഷി ബന്ധത്തിൽ വളരെ വലിയൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് നമ്മൾ പാകിസ്ഥാനും തമ്മിൽ നമുക്ക് വളരെ സൗഹൃദത്തിൽ ആകണമെന്നൊക്കെ ആഗ്രഹിക്കുക. അദ്ദേഹം ബസ് യാത്ര നടത്തി, ഓർമ്മയുണ്ടായിരിക്കും. അദ്ദേഹം ഒരു ബസ്സിൽ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തു. അവിടെ ചെന്നപ്പോൾ പരവേസ് മുഷറഫൊക്കെ സ്വീകരിക്കുന്നു, വലിയ സ്വീകരണം കൊടുത്ത് നമ്മളൊക്കെ സന്തോഷിച്ചോ, കുഴപ്പമില്ല. നമ്മൾ ഇത്രയും വർഷത്തെ നമ്മുടെ ശത്രുതയൊക്കെ നമുക്ക് അയൽക്കാരായി ജീവിക്കാം. കാരണം പണ്ട് ഇവിടെ നമ്മുടെ ഭാഗമായിരുന്ന രാജ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്ന് വാജ്പേയി പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട താമസമേ ഉള്ളൂ. അവിടെ കാർഗിൽ യുദ്ധം ആരംഭിച്ചു. അപ്പോൾ വാജ്പേയി ബസ്സിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ചെന്ന് സ്വീകരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ
ഇവർ നേരത്തെ ഇതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെയാണ് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ചില വ്യക്തികളുണ്ടല്ലോ, അതിൻ്റെ വേറെ പതിപ്പാണ് ഈ രാജ്യം. അല്ല, അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഈ ചാമ്പ്യൻസ് ട്രോഫി അടക്കം ക്രിക്കറ്റിലടക്കം വന്നപ്പോഴത്തേക്കും ഇന്ത്യ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ കളി വെച്ചപ്പോൾ പോയില്ല എന്നുള്ള രീതിയിലുള്ളൊരു തർക്കം ഉണ്ടായിരുന്നു. അതിനും കുറേ പേര് ഇതുപോലെ മീഡിയ വൺ അടക്കമുള്ള ചാനലുകളൊക്കെ എതിർത്തയാണ് ഇന്ത്യ അങ്ങോട്ട് പോയാൽ എന്താന്നുള്ള രീതിയിൽ. കാരണം അപ്പോഴും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു സുരക്ഷാ ഇത് നമുക്ക് 26/11 ശേഷം നമ്മൾ കൃത്യമായൊരു നിലപാടെടുത്തതാണ്. ഇന്ത്യൻ താരങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരിക്കലും പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ പോകില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പോകാതിരുന്നത്. അന്ന് പോയിട്ട് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആരെങ്കിലും കാണുമോ? അത് വലിയൊരു അപ്പോഴും പറയും ഇവിടുത്തെ സുരക്ഷാ വീഴ്ചയാണ്, ഇവിടുത്തെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇതിനകത്ത് ഇടപെട്ടില്ല. അവരങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവർ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് അവർ പോകാതിരുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അല്ല, നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വേറെ വലിയ പരിമിതിയുണ്ട് ശരത്തെ. എല്ലാ കാര്യവും അവർക്ക് പരസ്യപ്പെടുത്താൻ പറ്റില്ല. സർക്കാരിനെ അറിയിക്കും, സർക്കാർ നടപടി സ്വീകരിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലെ പള്ളിയിൽ കുരുത്തോല പെരുന്നാളിന് മറ്റേ പുറത്ത് പ്രദർശനത്തിന് സംഭവിച്ചില്ല എന്നൊരു ഇഷ്യൂ വന്നു. പക്ഷേ ശരിക്കും അത് സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടാണത്. കാരണം തഹാവൂറാണെ പിടിച്ചകത്തിട്ടിരിക്കുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വരുന്നു, പിന്നെ ഈ തീവ്രവാദികളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അവസരം വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർ ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർ തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ബാക്കി 1-2 തീവ്രവാദികളെ കിട്ടാനുള്ളവരെ നമ്മൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പിന്നെ പാകിസ്ഥാൻ അജ്ഞാതന്മാർ മറ്റേ നമ്മുടെ രാജ്യം നശിപ്പിക്കാൻ നടക്കണമാർ വെടിവെച്ചു. ഇതോടൊക്കെ തന്നെ ഇതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയായിരിക്കാം. ഒരുപക്ഷെ സർക്കാരിന് പരസ്യമായിട്ട് എല്ലാ കാര്യം വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരുപാട് സൈനിക രഹസ്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് എല്ലാ കാര്യവും പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. രഹസ്യത്തിന്റെ കാര്യം പറയുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് തോന്നുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന സൈനിക അറ്റാക്കുകൾ ഒരിക്കലും ഇന്ത്യക്ക് ക്രെഡിറ്റിന് വേണ്ടി ആയിരിക്കില്ല ഒരു കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടതാണ്, ഒരുപാട് പേര് നമ്മുടെ അതിർത്തികൾ ഭേദിച്ച് കുറേ പേര് മരിച്ചു വീഴുന്നത്. ഇന്ത്യയെ ദ്രോഹിച്ച എല്ലാവരും ഏകദേശം എല്ലാവരെയും നമ്മുടെ ആളുകൾ എങ്ങനെ മരിച്ചു വീഴുന്നത്, സ്വാഭാവികമായിട്ട് മരിച്ചു വീഴുന്നത്. അത് ക്രെഡിറ്റ് അജ്ഞാതർ എങ്ങനെയാണെന്ന് ഇപ്പം കാനഡയിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനി വരാൻ പോകുന്ന വാർത്തകൾ ഇതിന് പിന്നിലുള്ള ഓരോരുത്തരായിട്ട് മരിച്ചു വീഴും. പക്ഷേ ഇന്ത്യ അതിനകത്ത് പേര് വരില്ല. അപ്പോൾ നമ്മൾ അതിന് മുന്നറിയിപ്പ് ഇപ്പം മുൻകൂട്ടി പറയുകയാണ്, ഇതിനെല്ലാം ഇന്ത്യ തന്നെ മറുപടി എടുക്കും. പക്ഷേ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നിൽക്കുക. നമുക്ക് വേണ്ടത് ഇവിടെ റിസൾട്ടാണ്, ക്രെഡിറ്റ് അല്ല. അതാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിഹാറിലൊരു സമ്മേളനത്തിൽ. ഇതിൻ്റെ പിന്നിലുള്ള ശക്തികൾ ഞങ്ങൾ തിരിച്ചടി കൊടുക്കുമെന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം എപ്പോഴും. അല്ല, നമ്മൾ ഈ എന്താണ് പിന്നെ നെഹ്റുവിൻ്റെ പഞ്ചശീല തത്വങ്ങളും ഗാന്ധിജിയുടെ സമാധാന സന്ദേശം കൊണ്ട് ഈ പാകിസ്ഥാനെ പോലെ യാതൊരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. ഇനി മനസ്സിലായി, ഇവർക്ക് അടിക്ക് തിരിച്ചടി കൊടുക്കുക, അത് തന്നെയാണ് ഇതിന് ഏറ്റവും പറ്റിയത്. അതല്ലാതെ നമ്മളിനി സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നത് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ ഒരാളുമായി നമ്മൾ തർക്കത്തിന് പോകുമ്പോൾ അതിനൊരു മര്യാദ വേണം. അത് സാമാന്യം നമ്മൾ വഴക്കൂടുമ്പോൾ അതിൻ്റെ മര്യാദ പാലിക്കണമല്ലോ. ഇത് അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ മനുഷ്യരെ പിടിച്ചുകൊണ്ട് വരിവരിയ നിർത്തിയിട്ട് വെടിവെച്ചില്ല. ഇന്ന് മറ്റേ എറണാകുളത്ത് സ്വദേശി രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോയാണ്. അവർ വിവരിക്കുമ്പോഴേ കൊച്ചു കുട്ടികളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അവരെ വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോഴേ ഇവരെന്ത് മനുഷ്യന്മാരാണെന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഇന്ത്യക്കാർക്കൊട്ടും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇവർ വേർതിരിക്കുന്ന ഒരാളാ ഒരു മറ്റേ എന്തോ മന്ത്രം ചൊല്ലാൻ പറയുന്നു, അതനുസരിച്ചാണ് അവർ വേർതിരിക്കുന്നത്. അവരെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അവരുടെ മൈൻഡിലേ അതുള്ളൂ. ഇന്ത്യക്കാർക്കിടയിൽ അങ്ങനെ ഇല്ല. കാരണം അവിടുത്തെ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അവിടെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആദ്യം അറിയുന്നത് ഇന്ത്യയിലെ ഒരു മുസ്ലിമാണ് ഇതിനെയൊക്കെ ചേർത്ത് നിൽക്കുക. അത്രയും ഇവരൊക്കെ നേർക്ക് നേർ നിന്ന് ആദിൽ ഹുസൈനെ പോലുള്ളവരാണ്. അദ്ദേഹമൊക്കെയാണ് നമുക്ക് ഇവിടെയുള്ള ഹീറോസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെയാണ് നമ്മൾ ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. കാരണം ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇപ്പോൾ ഈ നേരത്തെ കാശ്മീർ ഇത്രയും സ്വതന്ത്രമായപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തതും ഇത്തരക്കാർക്കാണ്. മാത്രമല്ല ഇവിടെ അങ്ങനെ നമുക്ക് സെക്യുലർ ഇവിടെ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞ് പലതും പരത്തി. ഇപ്പം നേരെ കുറേ കാര്യങ്ങൾ പറയുക. കഴിഞ്ഞ ദിവസം മേജർ രവി ഒക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു. അങ്ങനെ എന്താ പറയുക, പേരും ഇതൊക്കെ പറയുന്നത് വലിയ രീതിയിൽ നമ്മളെ മാധ്യമങ്ങൾ പോലും അത് വിട്ട് കൈന്ന് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. ഇത് ഹമാസിന്റെ രീതിയാണ് കേട്ടോ. ഈ ഹമാസിന്റെ രീതിയാണ് ഈ പേര് വെച്ചിട്ട് കൊല്ലുക എന്നുള്ളത്. ഈ ജൂതനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് ആക്രമിക്കുന്ന രീതി ഹമാസിനുണ്ട്. പേര് വെച്ചിട്ടുണ്ട്. അവർ ആരെങ്കിലും പേര് വെച്ചില്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ്, എന്തെങ്കിലും ID കാർഡ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ ആക്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പതിപ്പ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഹമാസ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായ ഒരുപക്ഷെ ഇതൊക്കെ മാറുക. ഇവരൊക്കെ രീതികൾ, ഈ ഇത്ര തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഈ ആക്രമണ രീതികളൊക്കെ മനുഷ്യത്വമില്ലാത്തതാണെങ്കിൽ പോലും യാതൊരു സമാനതകളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇതിനിപ്പോൾ ഇനി അടുത്ത നേരത്തെ പറയുന്നത് ഇനി അടുത്തൊരു തിരിച്ചടി എന്താണ് അടുത്ത ഒരു നമ്മളൊരു കൊടുക്കാൻ പോകുന്ന അടി. കാരണം അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മണിക്കൂറുകളെല്ലാം തന്നെ നിർണായകമാണ്. കാരണം ഇവിടെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് മറുപടി കൊടുത്തേ പറ്റൂ. മാത്രമല്ല ഇത് പാകിസ്ഥാനോടുള്ള മാത്രമുള്ളൊരു വെല്ലുവിളിയല്ല. ഇവിടെ മറിച്ച് നമ്മൾ ഭീകരവാദത്തിനെതിരെ കൂടെ ഒരു മറുപടി കൊടുക്കേണ്ട സമയമായി. അത് ഇന്ത്യയിലൂടെ തന്നെ നടപ്പിലാക്കണം എന്ന് ലോകരാജ്യങ്ങളും ഇപ്പം നേരത്തെ പറയാം വൻ ശക്തികളെല്ലാം തന്നെ പറഞ്ഞു. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ പാകിസ്ഥാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ എന്താണെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇവിടുത്തെ വൻ ശക്തികളായ ലോകരാജ്യങ്ങൾ എല്ലാവരും. അങ്ങനെ ഒരു സിഗ്നൽ ഇന്ത്യ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മറ്റേ മിസൈൽ അയച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ തന്നെ കാണില്ല.
അവർക്ക് നന്നായിട്ട് അറിയാം, പാകിസ്ഥാനിലെ പിന്നെ നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഭരണത്തിരിക്കുന്നവർക്ക് നിസ്സഹായരാണ്. അവർക്ക് സൈന്യത്തിന് മുമ്പ് അവർക്ക് ഒന്നും എതിർത്ത് പറയാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ സൈന്യം പറഞ്ഞാൽ അനുസരിച്ചേ പറ്റും. സൂര്യൻ ഉദിച്ചത് പടിഞ്ഞാറാണെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് പറയേണ്ടി വരും. അതാണ് അവിടുത്തെ അവസ്ഥ. പാകിസ്ഥാനിൽ പണ്ട് മുതലേ ഒരു അസ്ഥിരത വന്ന രാജ്യമാണ് പണ്ട് മുതലേ. ഒരിക്കലും അവിടെ ഒരു കാര്യത്തിന് ഒരു ഉറപ്പില്ലാത്ത രാജ്യമാണ്. ആ ഒരു തുടക്കത്തിലേ വന്നൊരു അസ്ഥിരത എക്കാലത്തും തുടർന്നു. അവിടുത്തെ ഭരണാധികാരികളെ വെടിവെച്ച് കൊല്ലുക, അതിന് അജ്ഞാതരൊന്ന് വെടിയിക്കുന്നു, അത് അല്ലെങ്കിൽ ആ പട്ടാളം അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു. സിയോളക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭൂട്ടോ, ബേനസർ, അവിടെ പഠിച്ച എല്ലാവരും പലരുടെയും അവസ്ഥ ഇതാണ്. യാഥാസ്ഥിതികർക്ക് അവിടെ റോളില്ല. ഇല്ല, പുരോഗമനക്കാർക്കും ഇല്ലെന്നുള്ളതാണ് സത്യം. എല്ലാം യുവമാരൊക്കെ തീരുമാനിക്കും. ഈ പാകിസ്ഥാനിൽ ഈ പട്ടാളമാണ് തീരുമാനിക്കുന്നത്. ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 71 നടന്ന സമയത്ത് ഇന്ത്യയിലെ ഫീൽഡ് മാർഷലായിരുന്ന മനേക്ഷ അദ്ദേഹം പിന്നെ പറഞ്ഞു, ഈ നമുക്ക് ഒരാഴ്ച എന്താ സമയം മതി എന്ന് പറഞ്ഞു അവരെ ശരിയാക്കാൻ. അദ്ദേഹം അതാണ് ചോദിച്ചത്. ഇന്ദിരാജിനോട് അദ്ദേഹം പറഞ്ഞ സമയം ഈ പാകിസ്ഥാൻ സൈന്യത്തിനെ ശരിയാക്കാൻ എനിക്ക് ഒരാഴ്ച 10 ദിവസം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ വാക്ക് പാലിക്കുകയും ചെയ്ത് എല്ലാത്തിനും നിരപ്പാക്കുകയും ചെയ്തു. അന്ന് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ ഒരുങ്ങി. അത് നിക്സണാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ അവരെ 7ാം കപ്പൽപ്പട 5ാം കപ്പൽപ്പട അതൊരു കപ്പൽപ്പട ഇങ്ങോട്ട് പുറപ്പെടാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് USSR ഉണ്ട്. അന്നൊരു ശാക്തിക ചേരിയായിട്ട് നിൽക്കുമ്പം റഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ലോ, USSR അല്ലേ. അവർ നമ്മളെ സഹായിക്കാൻ തയ്യാറായി. പിന്നെ അതങ്ങ് പോയി. അന്ന് നമ്മൾക്കൊപ്പം ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ വന്നിട്ടുള്ളത് റഷ്യ മാത്രമാണ് ഒരു പരിധി വരെ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും നമ്മളെ കൂടെയാണ്. നമ്മളെല്ലാവരുടെയും സ്വന്തക്കാരനാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഒരാൾ ഉള്ളപ്പോൾ അയാളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും എപ്പോഴും എല്ലാവരും നിൽക്കുക എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഒരു മെച്യൂരിറ്റിയോടുള്ളൊരു കൈകാര്യം, ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ പക്വമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതാണ് നമ്മൾ മാതൃകയാക്കണം. കാരണം നമ്മൾ ഇവിടെ ചാടിക്കേറി പോകുന്നില്ല. മാത്രമല്ല ഇവിടെ നാളൊരു കാലത്തേക്ക് ഒരു ചർച്ച വരാൻ പാടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹമാസ് ഇവിടെ ക്രൂരതകൾ ചെയ്തപ്പോൾ പോലും അപ്പോഴും ഉണ്ടായിരുന്നു 2 പക്ഷം ന്യായീകരിക്കാൻ. അതുപോലെ ഇവിടെ അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ഒരു ആവശ്യം വരാൻ പാടില്ല. ഇവിടെ കൃത്യമായി കാണിക്കുക. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ അതിനുള്ള മറുപടി കൊടുക്കും. പക്ഷെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ചിലപ്പോൾ നിൽക്കണമെന്നില്ല. കാരണം ലോകരാജ്യങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും മുന്നിൽ ഇന്ത്യക്ക് ശക്തമായി നിൽക്കണമെങ്കിൽ കുറച്ചുകൂടി ഇതുപോലെ തന്നെ പക്വമായിട്ടുള്ള വലിയൊരു തലക്കടി തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നദിയിലെ കരാർ സസ്പെൻഡ് ചെയ്തത് തന്നെ വലിയൊരു അടിയാണ് അവരെ സംബന്ധിച്ച്. കാരണം അവരെ സാമ്പത്തിക അവസ്ഥ തകർന്ന് തരിപ്പണമായിപ്പോൾ. അവർ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ അതല്ലെങ്കിൽ ആൾ പെട്ടുപോകും അവിടെ ശരി ജനങ്ങൾ. അപ്പം അങ്ങനെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ഒരു ജനരോഷം വരെയാണെങ്കിൽ ഉണ്ടല്ലോ ഈ പട്ടാളത്തിനെ അടിച്ച് ഓടിക്കും അവിടെ നിന്ന് ജനങ്ങൾ. എല്ലാ കാലത്തും ഈ എന്താണ് ജനങ്ങളെ വിരട്ടി നിർത്താമെന്ന് ലോകത്ത് ഒരുപാട് എന്താണ് ഏകാധിപതികൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം അവസാനം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നാട്ടുകാരെ തല്ലി കൊന്നിട്ടുണ്ട് അവരെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു അന്ത്യം ഉണ്ടായേ പറ്റൂ. ഏതായാലും ഇന്ത്യ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. വളരെ അഭിനന്ദനീയമായ ഒരു രീതി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നീങ്ങുന്നത്. കാരണം വളരെ പക്വതയോടുകൂടി അവധാനതയോടുകൂടി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ അതേസമയം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പല കാര്യങ്ങളിലൂടെ ഇന്ത്യ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇന്നുമായിട്ട് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ത്യ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരാണെങ്കിലും ശരി, അവരൊന്നും തന്നെ രക്ഷപ്പെടാനും പോകുന്നില്ല. നമസ്കാരം.